പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. യേശു കർത്താവ് വാമൊഴിയായി പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫലം ആണെങ്കിൽ മാത്രമാണ് ദൈവം നമ്മളിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത്, ദൈവം നമ്മളിൽ മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ഫലം കായ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളായി തീരും. ആൻഡ് വി മസ്റ്റ് ബി ദ ഡിസൈപ്പിൾസ് ഓഫ് ദ ലോർഡ് എന്നാണ് ദൈവം നമ്മെ യേശു കർത്താവ് വാമൊഴിയായി നമ്മളോട് പറഞ്ഞത്. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, നിങ്ങൾ കൊമ്പുകളുമാണ്. ഈ കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുമെന്ന് ദൈവം വാമൊഴിയായി ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ വളരെ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വാസം ചെയ്യണം. നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. നമ്മൾ ആത്മീയമായി ഫലം നമ്മളിൽ ഉളവാവണം, ആത്മീയ ഫലമുള്ളവരായിരിക്കണമെന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിൽ അനുസരണമുള്ളവനായിരിക്കണം, ദൈവത്തിൽ സ്നേഹമുള്ളവനായിരിക്കണം, നീതിയുള്ളവനായിരിക്കണം. അത് നമ്മുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവര് യേശു ക്രിസ്തുവിലേക്ക് വരുവാൻ നമ്മൾ കാരണമാകണം. നമ്മുടെ സംസാരം മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തി വേണം എന്ന് യേശു കർത്താവ് നമ്മളെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ മാത്രം പോരാ, നമ്മുടെ ആക്ഷൻസ് വേണം, പ്രവൃത്തി വേണം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശുദ്ധമായ ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതായത് മാത്യു 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ വെളിച്ചം എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണമെന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത്. അതായത് മക്കളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്, ഹല്ലേലൂയ, അവരുടെ നീതി പ്രവൃത്തികളെ കണ്ട്, അവരുടെ സ്നേഹത്തെ കണ്ട്, അവരുടെ അനുസരണത്തെ കണ്ട്, അവരുടെ ഒബീഡിയൻസിനെ കണ്ട്, അവരുടെ വിശ്വസ്തതയെ കണ്ട്, ഹല്ലേലൂയ, ദൈവം ആരാണ്? ദൈവം വെളിച്ചമാണ്. ഹല്ലേലൂയ. ദൈവം വെളിച്ചമാണ്, അവരിൽ ഇരുട്ട് ഒട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളിലും എന്തുണ്ട്? വെളിച്ചമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വെളിച്ചം അവിടെ മുന്നിൽ പ്രകാശിക്കട്ടെ. നമ്മൾ ഒരു വെളിച്ചമായി, ഒരു സ്രോതസ്സായി നമ്മൾ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിലേക്ക് ഇരുട്ടിൽ നിന്നുള്ള, അന്ധകാരത്തിൽ നിന്നുള്ള ജാതികൾ നമ്മുടെ അടുത്തേട്ട് വന്ന യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റണമെന്ന് ദൈവം നമ്മെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുകയാണ്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, ഇവയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മള് ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ ആത്മീയമായ ഫലം നമുക്ക് വേണമെങ്കിൽ, ഹല്ലേലൂയ, ആത്മീയമായ ഫലം നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഹല്ലേലൂയ. സ്നേഹവും സന്തോഷവും പരോപകാരവും ദീർഘക്ഷമയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഹല്ലേലൂയ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ ഇക്കളുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി.
ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നു എങ്കിൽ നമ്മൾ വാസ്തവമായി ദൈവത്തിന്റെ ശിഷ്യന്മാരാകും എന്നാണ് നമ്മെ ഓർപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ യേശു എന്ന ആ മുന്തിരിവള്ളിയിൽ നമ്മൾ കൊമ്പുകളായി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. ആ മുന്തിരിത്തോട്ടത്തിന്റെ തോട്ടക്കാരൻ പിതാവാം ദൈവമാണ്. യേശു ആരാണ്? മുന്തിരി വള്ളിയാണ്. നമ്മൾ കൊമ്പുകളാണ്. കൊമ്പുകൾക്ക് വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയില്ല. നമ്മൾ ദൈവമക്കൾ ആകണമെങ്കിൽ നമ്മൾ വളരെയധികം ഫലം കായ്ക്കണം. അങ്ങനെ നമ്മൾ പ്രകാശിതരാകണം. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അവൻ പ്രകാശമാണ്. ദൈവത്തിന്റെ മക്കളും ദൈവവും ആരാണ്? പ്രകാശം പരത്തുന്നവരാണ്, നന്മ പരത്തുന്നവരാണ്. വാക്കാൽ മാത്രമല്ല, പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും അവർ ദൈവത്തെ അനുകരിക്കുന്നവരാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് കുരുടന് കാഴ്ച കൊടുത്ത്, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത്, മരിച്ചവരെ ഉയർപ്പിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിച്ചവനാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കണ്ടത്. യഹൂദന്മാർ അവനെ ക്രൂശിച്ചപ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവായ ദൈവമേ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തം ചെയ്തു. അവന്റെ രക്തം അവൻ ക്രൂശിന്മേല് ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. ഹല്ലേലൂയ. മൂന്നാമത് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ ഒരു യേശുവാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അവനെ യേശു പറയുകയാണ്, ലോകം എന്നെ പകച്ചു എങ്കിൽ നിങ്ങളെയും ഭയക്കും. ലോകം എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിന്നെ ഉപദ്രവിക്കും, നിന്നെ ഭയക്കും, നിന്നെ ഓടിക്കും. പക്ഷേ നീ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവന് രക്ഷിക്കപ്പെടുമെന്നാണ് യേശു കർത്താവ് നമ്മോട് പറഞ്ഞത്. നമ്മൾ ഈ ലോകത്തിന്റെ ചിന്തയല്ല. ഈ ലോകത്തിന്റെ ചിന്ത ജഡീയ ചിന്തയാണ്, ജഡത്തിന് ആവശ്യമുള്ള ചിന്തയാണ്. ആ യേശുവിന്റെ മക്കൾക്ക് ചിന്തയോ അവന്റെ ആത്മീയ ചിന്തയാണ്. ഹല്ലേലൂയ. നിത്യമായ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നിത്യമായ ജീവിതത്തിലേക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടിയുള്ള ആത്മീയ വരങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, എനിക്ക് ഏതുവരെയും എനിക്ക് സ്വർഗത്തിൽ പോകണം. യേശുവിനോട് കൂടെയുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്. ഈ ലോകത്തിലുള്ളതെല്ലാം ഞാൻ ചവറെന്നെണ്ണുകയാണ്. ഇതെല്ലാം എനിക്ക് വേണ്ട. ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ച പൗലോസ്, വിദ്യാപണ്ഡിതനായ പൗലോസ്, കപ്പൽ പ്രമാണിയായ പൗലോസ്, വളരെ ധനികനായ പൗലോസ്, തനിക്ക് യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം തന്റെ ഹൃദയത്തിൽ കിട്ടിയപ്പോൾ താൻ പറയുകയാണ്, ഈ ലോകത്തിലുള്ള എൻ്റെ വിദ്യാഭ്യാസമുണ്ടല്ലോ, എൻ്റെ സമ്പത്തുണ്ടല്ലോ, ഹല്ലേലൂയ, എൻ്റെ ജ്ഞാനമുണ്ടല്ലോ, ഹല്ലേലൂയ, പല ഭാഷകളിലുള്ള എൻ്റെ പാണ്ഡിത്യം, ഹീബ്രു ഭാഷയിലുള്ള എൻ്റെ പാണ്ഡിത്യം, ഗ്രീക്ക് ഭാഷയിലുള്ള എൻ്റെ പാണ്ഡിത്യം, ഇതെല്ലാം എനിക്ക് ചപ്പും ചവറുമാണ്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ദൈവികമായ ദർശനമാണ്. ആത്മീയമായ ദർശനം കിട്ടിയപ്പോൾ ആത്മീയ ഫലങ്ങളെ അവൻ പുറപ്പെടുവിക്കുന്നവനായി തീർന്നുകയാണ്. അവന്റെ സ്നേഹം, ഹല്ലേലൂയ, 3 യാത്രകൾ നടത്തി 14 പരം ലേഖനങ്ങള് പുതിയ നിയമത്തിൽ അവൻ എഴുതി. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും തന്റെ ഈ ദൈവത്തിന് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുകയും യേശുവിന്റെ ഭാഗത്തേക്ക് ജനങ്ങളെ വരുത്തുകയും ചെയ്യുന്ന വളരെ ആവേശഭരിതമായി ദൈവത്തിന്റെ വയലിൽ അധ്വാനിച്ച ദൈവത്തിന്റെ ദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. ആത്മീയമായ ദർശനങ്ങൾ കിട്ടിയപ്പോൾ, ആത്മീയ ഫലങ്ങളെ അവനിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ഈ ലോകത്തിലുള്ളത് എല്ലാം ചപ്പും ചവറും എന്നാണ് ഞാൻ എണ്ണുന്നത്. അവൻ ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ ചെന്നപ്പോൾ, പുറപ്പെടുവിച്ചു തുടങ്ങിയപ്പോൾ പൗലോസിനെ ഈ ലോകം വെറുക്കുകയാണ്. അവനെ ഈ ലോകം കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് നമുക്ക് കാണാമായിരുന്നു. തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിൽ ആ തണുപ്പ് കാലത്ത് ഒരു പുതപ്പ് പോലുമില്ലാതെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ഹല്ലേലൂയ, ആ വിശുദ്ധനായ പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. ലോകമക്കളെ, ഹല്ലേലൂയ, ദൈവമക്കളെ,
നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മൾ ഈ ലോകക്കാരല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തയല്ല നമ്മുടെ ചിന്ത, ആത്മീയമായ ചിന്ത നമ്മൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ ലോകക്കാർ നമ്മെ പായിക്കും. നമ്മുടെ നാഥനായ നമ്മുടെ ഗുരുവായ യേശുവിനെ അവർ പകച്ചു എങ്കിൽ നമ്മെയും എത്രയധികം പകയ്ക്കുമെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ 15-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോസ്തലനായ യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് ജീവിച്ച യോഹന്നാൻ പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ എന്റെ ലേഖനത്തില് യേശു കർത്താവ് വാമൊഴിയായി പറയുകയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിന്, ഹല്ലേലൂയ, നിങ്ങൾ കായ്ക്കുന്നതിൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ ഫലം കായ്ക്കണം. കായ്ച്ചെങ്കിൽ മാത്രമേ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുകയുള്ളൂ. നിങ്ങൾ ആത്മീയമായ ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. നിങ്ങളിൽ നിന്ന് സ്നേഹം പുറപ്പെടണം. നിങ്ങളിൽ നിന്ന് ഹല്ലേലൂയ വിശ്വസ്തത പുറപ്പെടണം. നിങ്ങളിൽ നിന്ന് അനുസരണം പുറപ്പെടണം. നിങ്ങളിൽ നിന്ന് നീതി പുറപ്പെടണം. നിങ്ങളുടെ സംസാരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തിയിലും ഇതെല്ലാം പുറപ്പെടണം. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ഇത് എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തില് കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. അങ്ങനെ വളരെ ഫലം കായ്ക്കണമെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ ആ കൊമ്പുകളെ വെട്ടിയിട്ട് ഹല്ലേലൂയ തീയിലിട്ട് കത്തിച്ചു കളയുകയാണ് നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ യേശുവിൽ വസിക്കണം. യേശു നമ്മിൽ വസിക്കുന്നു എങ്കിൽ നമ്മൾ വളരെ ഫലം കായ്ക്കും. നമ്മൾ യാചിക്കുന്നത് എന്തും നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് ചെയ്തു തരും. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ.